മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനിന്നും ശക്തനല്ലയോ. ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനിന്നും ശക്തനല്ലയോ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ രഘു രാമൻകരി. പ്രാർത്ഥനകൾ ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന നിസ്തുലനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതവന്ദനം അറിയിക്കുകയാണ്. നാം ഓരോരുത്തരും അതികാലത്തെ ഉണർന്ന് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ടും വചന പഠനത്തിനായിട്ടും വചനധ്യാനത്തിനായിട്ടുമൊക്കെയും കടന്നു വരുന്നവരാണ്. ആ സാഹചര്യത്തിൽ പരിശുദ്ധനും അത്യുന്നതനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായിരിക്കുന്ന നിസ്തുല്യനായിരിക്കുന്ന നിസ്തുല്യ പ്രഭാവമുള്ളവനായ ആ മഹാദൈവത്തിൻ്റെ പരിശുദ്ധ പാദപീഠത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം എങ്ങനെയുള്ളവരാണ് എന്ന് ദൈവം വളരെ ശ്രദ്ധയോടുകൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം എന്നുള്ള ആ പ്രഖ്യാപനം ഈ പ്രഭാതത്തിൽ നാം ഓർക്കുവാനായിട്ട്, അല്ല ഓരോ പ്രഭാതത്തിലും നാം ഓർക്കുവാനായിട്ട് ആവശ്യമുള്ളതാണ്. അതിനോടുള്ള ബന്ധത്തിൽ 15-ാം സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യം ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായിട്ട് ഞാൻ വായിക്കുകയാണ്. 15-ാം സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യം. യഹോവേ, നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. കർത്താവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെ വളരെ ശ്രദ്ധേറിയ ഒരു കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. യഹോവയുടെ കൂടാരത്തിൽ, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ കടന്നു ചെല്ലും, അഥവാ ദൈവസന്നിധിയിലേക്ക് ആർക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കും എന്നാണ് ദൈവാത്മാവ് നമ്മോട് ഇന്ന് പ്രഭാതത്തിൽ ചോദിക്കുന്ന ചോദ്യം. ദൈവസന്നിധിയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ചില യോഗ്യതകൾ ഉണ്ടായിരിക്കണം. നാം ആത്മാവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്, പരിശുദ്ധാത്മാവിനാൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവമക്കളെന്ന നിലയിൽ സ്ഥിതി ചെയ്യുന്നവരുമാണ്. എന്നിരുന്നാലും ഓരോ ദിവസവും, അല്ല ഓരോ നിമിഷവും നാം ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെയുള്ള ആ ഒരു വിശുദ്ധി നമുക്ക് അനിവാര്യമായിരിക്കുന്ന ഘടകമാണ്. അപ്പോൾ നാം നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുവാൻ, നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ ഈ തരുണത്തിൽ വളരെ ആവശ്യമായിരിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. ഇവിടെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും എന്നാണ്. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനായിട്ട് അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ ഇവിടെ എണ്ണി പറയുന്നുണ്ട്. അതിൻ്റെ 2-ാം വാക്യം മാത്രം നമുക്ക് ഒന്ന് ചിന്തിച്ച് പോകാം. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുന്നവൻ, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്നവൻ. രണ്ട് വ്യക്തിത്വങ്ങളെ നമുക്കിവിടെ ദർശിക്കുവാനായിട്ട് കഴിയും. ഒന്ന്, നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുക. ദൈവം വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വസ്തുതയാണല്ലോ നീതി എന്നുള്ളത്. അത് എങ്ങനെയാണ്? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുമാറാകണം എന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഇവിടെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം. നിഷ്കളങ്കനായി നടന്നാൽ മാത്രം പോരാ, പിന്നെയോ നീതിയും കൂടെ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്ന ഒരു ഘടകമാണ്. അത്യുന്നതനായ ദൈവം വിശ്വാസികളുടെ പിതാവെന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ അഭിമാനിക്കുന്ന, അല്ലെങ്കിൽ നാം അംഗീകരിക്കുന്ന
അബ്രഹാമിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്ന് പറയുന്നു. അതുപോലെ തന്നെ നോഹയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ദൈവം പറയുന്നൊരു വാക്യം ഇത്തരണത്തിൽ ഓർപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. യഹോവ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല, പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം ഇതാണ്: നോഹ, നീതിപ്രസംഗിയായ നോഹ എന്ന് നോഹയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നീതിപ്രസംഗിയായിരിക്കുന്ന നോഹ. അപ്പോൾ ദൈവത്തിന് മുമ്പാകെ നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുവാനായിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നോഹയെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന വാക്കുകളെ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിഞ്ഞല്ലോ. നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുക. നിഷ്കളങ്കത്വം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ സ്വഭാവം നമുക്കറിയാം. എന്തും വിശ്വസിക്കുന്ന, എന്തും അംഗീകരിക്കുന്ന ഒരു സ്വഭാവമാണല്ലോ കുഞ്ഞുങ്ങൾക്കുള്ളത്. നാം എന്ത് പറഞ്ഞാലും അത് അതേപടി അംഗീകരിക്കുന്ന ഒരു മനസ്സ്, ഒരു സ്വഭാവം കുഞ്ഞുങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. അതേ നിലയിൽ ദൈവം പറയുന്നത് അപ്രകാരം തന്നെ, വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ അപ്രകാരം തന്നെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന നീതിപൂർവമായിരിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് അവിടെ വെളിപ്പെടുത്തി. അതാണ് നോഹ ചെയ്തത്. നീതിപ്രസംഗിയായ നോഹ എന്നാണ് പത്രോസ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നീതി പ്രസംഗിക്കുക, നീതി പ്രസംഗിച്ചുകൊണ്ട് ജീവിതത്തെ കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വത്തെയാണ് നോഹയിലൂടെ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. രണ്ടാമത്തെ കാര്യം, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ എന്നാണ്. ദൈവജനത്തിൻ്റെ മധ്യത്തിൽ ഇന്ന് ഏറ്റവും പരാജയപ്പെട്ട ഒരു മേഖലയാണ് സംസാര രീതി. അവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് പലപ്പോഴും കഴിയാതെ പോകുന്നുണ്ട്. കാരണം പലരുടെയും വായിൽ നിന്നും സത്യം പുറപ്പെട്ട് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. കൊലോസ്യർ വായിക്കുന്ന കൃപയോടുകൂടെ സംസാരിക്കുവാനായിട്ടാണ് ദൈവാത്മാവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് സത്യം സംസാരിക്കുവാൻ, എങ്ങനെ ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് വളരെ അനിവാര്യമായിരിക്കുന്ന ഒരു ഘടകം കൂടെയാണ്. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. 24-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യത്തിലും ഇതേ കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ നിൽക്കും. എന്നിട്ട് വായിക്കുന്നു 4-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, കള്ളസത്യം ചെയ്യാതെ ഇരിക്കുന്ന വ്യക്തി ദൈവസന്നിധി നിലനിൽക്കുന്നവനാണ്. ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന ഏവരുമായുള്ളവരെ, നമ്മൾക്ക് ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട യോഗ്യത എന്ന് പറയുന്നത് ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുക, മാത്രമല്ല നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുവാനായിട്ടും സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. അവൻ്റെ പുണ്യനാമം ഇന്നുവെന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.